നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൻ വിവേക് വിജയൻ എപ്പോഴും സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ എൻ്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും പൊതുമണ്ഡലത്തിൽ വരുന്നതിനെക്കുറിച്ചോ ഉള്ള ചർച്ചകളൊന്നും സാധാരണ നമ്മുടെ കണ്ണുകളിൽ പെടാറില്ല. അദ്ദേഹം ഒരു സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിനെ നാം ബഹുമാനിക്കുകയും വേണം. സമീപകാലത്ത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനത്തിനും അദ്ദേഹം ആനയ്ക്ക് പഴം കൊടുക്കുന്ന ചിത്രങ്ങളുമൊക്കെ എടുക്കുവാൻ ശ്രമിച്ച രാജു എന്നൊരു റിപ്പോർട്ടറെ പോലീസുകാർ മർദ്ദിക്കുകയും ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും അതിനുള്ള അസഭ്യം പറയുകയും കൈകൾ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണെന്നുള്ള പരിഗണന പോലും നൽകിയില്ല എന്നുള്ള പരാതികളും എല്ലാം ഉയർന്നു വരുന്നത് നാം കണ്ടതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഒരു SC/ST ആക്ട് ചുമത്താനുള്ള പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. വിവേക് വിജയനല്ല ഇവിടുത്തെ പ്രശ്നം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഇരട്ടത്താപ്പും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വ്യക്തിപരം എന്ന് പറയുന്ന അതിലുള്ളൊരു സാധുത അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രത്തോളം അത് ഒരു പൊതുപ്രവർത്തകന് യോജിച്ചൊരു വാദമാണ് എന്നുള്ള കാര്യം ഒന്ന് വിശകലനം ചെയ്യുക മാത്രമാണ് ഉദ്ദേശം. വിവേക് വിജയനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ഒരു സന്ദർശനമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ശ്രീ പിണറായി വിജയൻ അമ്പലങ്ങളെയും വിശ്വാസങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹം പൊതുമണ്ഡലങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ ജനങ്ങൾ എതിർപ്പുണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഒരു വിഭാഗത്തിനെങ്കിലും. അത്തരത്തിലുള്ളൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിൻ്റെ പിതാവായിട്ട് സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മയും പൊതുജനങ്ങൾ ചർച്ച തന്നെ ചെയ്യും. അത് ഒഴിവാക്കുവാൻ സാധിക്കില്ല. ഈ ഒരു രഹസ്യ സ്വഭാവം, സ്വകാര്യത എന്നുള്ളതൊക്കെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന, അതിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ, സിനിമാ താരങ്ങളാകട്ടെ, മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരത്തിലെത്തിയതോടുകൂടി ഇൻഫ്ലുവൻസർമാർ, അത്തരത്തിലുള്ള നിരവധി സെലിബ്രിറ്റികളുണ്ട്. ഇവർക്കൊന്നും സ്വകാര്യത എന്നുള്ളതൊരു അവകാശമായി കൊണ്ട് നടക്കുവാൻ സാധിക്കില്ല. കാരണം അവർ പൊതുമണ്ഡലത്തിലും പൊതുജനങ്ങളുടെ ഇടയിലും പ്രത്യക്ഷപ്പെട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പ്രദർശനപരതയോടുകൂടി തന്നെ തങ്ങളെ കാഴ്ചവെച്ചാണ് അവരുടെ ജീവിതവും കരിയറും മറ്റെല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തുന്നതും. അതുകൊണ്ട് തന്നെ സ്വകാര്യത എന്നുള്ളത് മറ്റൊരു വ്യക്തിക്ക്, ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ക്യാമറയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ, ഒരു പൊതുസമ്മേളനത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ലാതെ ഒരു സ്വന്തമായി മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള സ്വകാര്യത എന്നുള്ളൊരു അർഹത അല്ലെങ്കിൽ ഒരു അവകാശം ഇവർക്ക് അവകാശപ്പെടുവാൻ സാധിക്കില്ല. ആ ഒരു അവകാശം, അത്രയും തന്നെ ഒരു അവകാശം അവർക്കുമുണ്ടെന്ന് പറയുവാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ ഒരു സാങ്കേതികത്വം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. നിയമപരമായിട്ടുള്ള അവകാശം എല്ലാവർക്കും തുല്യമാണ്. ഒരു വ്യക്തിക്ക് ഇപ്പോൾ എനിക്ക് ഉള്ള സ്വകാര്യതയുടെ, എൻ്റെ സ്വകാര്യതയ്ക്ക് മേലെ എനിക്ക് എത്രയോ അവകാശമുണ്ടോ അത്രയും തന്നെ വിവേക് വിജയനുമുണ്ട്. സത്യമാണ്, കാര്യം സത്യമാണ്. പക്ഷേ പിണറായി വിജയൻ്റെ മകൻ ഞാനല്ല, വിവേക് വിജയനാണ്. അതുകൊണ്ട് തന്നെ ആ സ്വകാര്യതയ്ക്ക് ഒരു പരിമിതികൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ സ്വകാര്യതയുടെ പ്രശ്നമെന്ന് പറയുന്നത് വിവേക് വിജയൻ്റെ ചിത്രം പകർത്തി എന്നുള്ളിടത്ത് മാത്രം ഒതുങ്ങുന്നില്ല. പിണറായി വിജയൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോഴും ഇതേ മറുവാദം തന്നെ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം എന്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ കാശ് മുടക്കി മയോ ക്ലിനിക്കിലേക്ക് പോയത്, പാർട്ടിയാണ് ആ കാശ് നൽകിയത് എന്നുള്ളൊരു വാദം ഉയർത്തിയിരുന്നു. പാർട്ടിക്ക് തന്നെ അത് നിഷേധിക്കേണ്ടി വന്നിരുന്നു. ഖജനാവിൽ നിന്നാണ് ആ പണം മുടക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ എന്ത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ശ്രീ പിണറായി വിജയൻ പോയത്, ഇപ്പോഴും ആ ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുന്നത്? ഇതറിയുവാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. കാരണം രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചുള്ള ഇത്തരം വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക എന്നുള്ളത് രാജ്യസുരക്ഷയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെയോ രാഷ്ട്രപതിയുടെയോ ഒക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രാജ്യമൊരു സങ്കീർണമായ സാഹചര്യത്തിലൂടെ, എന്തെങ്കിലും യുദ്ധസമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണെങ്കിൽ ചിലപ്പോൾ രഹസ്യമാക്കി വെക്കേണ്ടി വന്നേക്കാം. അല്ലാത്ത പക്ഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ ഉണ്ടെങ്കിൽ പൊതുജനത്തിന് അതറിയുവാനുള്ള അവകാശമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് പറയുവാനുള്ള ഒരു കാരണം, ഒരു ഉദാഹരണം ചരിത്രത്തിൽ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. മുഹമ്മദ് അലി ജിന്ന ഭാരതത്തിൻ്റെ വിഭജനത്തിന് കാരണക്കാരനായിട്ടുള്ള നേതാക്കൾ പ്രഥമ ശ്രേണിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്.
മുഹമ്മദ് അലി ജിന്ന ഭാരതം വിഭജിച്ച് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ട് 1 വർഷത്തിനുള്ളിൽ മുഹമ്മദ് അലി ജിന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടുപോയി. ഈ രോഗങ്ങൾ അദ്ദേഹത്തെ ഏറെക്കാലമായി അലട്ടിയിരുന്നു. ഈ വിവരം അദ്ദേഹം മറച്ചു വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഈ വിവരങ്ങൾ നേരത്തെ പൊതുമണ്ഡലത്തിൽ ലഭ്യമായിരുന്നെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും അറിയുമായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഭാരത വിഭജനം തന്നെ ഒഴിവാക്കപ്പെട്ടു പോയേനെ. നെഹ്റുവും ഗാന്ധിയും അത്തരത്തിലൊരു തീരുമാനം എടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ജിന്നയെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വരെ, ജിന്ന ഒരു പേരായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ആരെ നിശ്ചയിക്കണമെന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ ജിന്നയുടെ പേരും ഉയർന്നു വന്നിരുന്നു. വിഭജനം നമുക്കൊരു ഒഴിവാക്കാം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ജിന്നയാകട്ടെ. അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണോ അതോ നെഹ്റുവിൻ്റെ തീരുമാനമാണോ, നെഹ്റുവിൻ്റെയും കൂടി തീരുമാനമാണോ, നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും കൂടി തീരുമാനമാണോ എന്നുള്ളൊരു ചോദ്യം ജിന്ന ഉയർത്തിയപ്പോൾ ഗാന്ധിയും നെഹ്റുവും മൗനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് ആ ചർച്ച അവിടെ അലസിപ്പിരിഞ്ഞത്. ജിന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആകാതെ പോയത്, പാകിസ്ഥാൻ രൂപീകരിച്ച് പാകിസ്ഥാൻ്റെ നേതാവായി, പരമോന്നത നേതാവായി സ്വയം സ്ഥാനമേറ്റത്. ജിന്നയുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് കോൺഗ്രസിലെ സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി മറ്റ് നേതാക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്ത് വില കൊടുത്തും അവർ ജിന്നയെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയേനെ. കാരണം 1 വർഷത്തേക്ക് കൂടിയല്ലേ ഈ കുരിശിനെ നമ്മൾ ചുമക്കേണ്ടി വരികയുള്ളൂ എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ അത്തരത്തിലൊരു നീക്കം അവർ നടത്തിയേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ വിഭജനം തന്നെ ഒരുപക്ഷെ ഒഴിവാക്കപ്പെട്ടു പോയേനെ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപങ്ങളും ഹിന്ദു കൂട്ടക്കൊലകളും എല്ലാം ഒഴിവാക്കപ്പെടുവാനുള്ളൊരു സാഹചര്യം ഒരു പക്ഷേ സൃഷ്ടിക്കപ്പെട്ടേനെ. വാട്ട് ഇഫ് എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. വാട്ട് ഇഫ് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുള്ളൊരു ഉത്തരം ചരിത്രം നമുക്ക് നൽകില്ല. ഏതെങ്കിലും ഒരു പാരലൽ യൂണിവേഴ്സിൽ അത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ഊഹിക്കാനേ, അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ട് അത്തരത്തിലൊരു ചരിത്രം ഭാവനയിൽ കാണുവാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ളൊരു സാധ്യത ചരിത്രത്തിൽ ഉണ്ടായിരുന്നു, അത് നമുക്ക് നഷ്ടമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ വിവരങ്ങളെങ്കിലും അറിയുവാനുള്ളൊരു അവകാശം അവരെ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് നമ്മെ ഭരിക്കുവാനായി അയക്കുന്ന നമുക്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ വിവരങ്ങളെ സംബന്ധിച്ച് അവരുടെ സ്വകാര്യത അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് ഏത് സ്റ്റേജിലാണ് ഈ ക്യാൻസർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും വിവരമാണെങ്കിൽ, ഏറ്റവും ഒരു തമാശയായിട്ട് പറഞ്ഞാൽ പൈൽസ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിസ്സാരമായിട്ടുള്ള രോഗമാണ്, കുഴപ്പമില്ല, ആരോഗ്യവാനായി തിരിച്ചെത്തും. പക്ഷേ ഗുരുതരമായിട്ടുള്ള രോഗമാണ് നമ്മുടെ ഒരു ഭരണാധികാരിയെ ബാധിച്ചിരിക്കുന്നതെങ്കിൽ അത് ജനങ്ങളെ യഥാസമയം അറിയിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട്, നമ്മുടെ ഭരണ സംവിധാനത്തിനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ നിയമപരമായിട്ട് അതിനുള്ളൊരു വ്യവസ്ഥ പോലും കൊണ്ടുവരേണ്ട ആവശ്യകത ഭാവിയിൽ വന്നേക്കാം. ഇനി അവരുടെ മറ്റ് സ്വകാര്യതകളിലേക്ക് മടങ്ങി വരാം. ഇവരുടെ കുടുംബാംഗങ്ങളെ ഇങ്ങനെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കുന്നതും അവരുടെ ചിത്രങ്ങൾ പകർത്തുന്നതും അത് അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ട് പരമഭക്തനായിട്ടുള്ള നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷായുടെ മകൻ ജയ്ഷാ നാളെ എയ്ത്തിസ്റ്റുകളുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ഇഷ്ടപ്രകാരം നിരീശ്വരവാദികളുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ചിത്രം പ്രചരിപ്പിക്കപ്പെടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജയ്ഷായ്ക്കില്ലാത്ത സ്വകാര്യതയൊന്നും വിവേക് വിജയനില്ല. ജയ്ഷായ്ക്കുള്ള എല്ലാ സ്വകാര്യതകളും വിവേക് വിജയനുണ്ട്. ഒരുപക്ഷെ ആ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ള സുരക്ഷാ വലയത്തിൻ്റെ ഒരു ആധിക്യത്തിലോ കുറവിലോ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷേ പൊതുമണ്ഡലത്തിലാണ് പിതാവോ പുത്രനോ പത്നിയോ അച്ഛനോ ഒക്കെ ഭർത്താവോ ഭാര്യയോ ഒക്കെ പ്രവർത്തിക്കുന്നതെങ്കിൽ കുടുംബാംഗങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും ഗിൽറ്റ് ബൈ അസോസിയേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ഏക കാരണം കൊണ്ട് പൊതുജന ശ്രദ്ധയിൽ വരും. ആ പൊതുജന ശ്രദ്ധ അവരിലുള്ളിടത്തോളം കാലം മാധ്യമങ്ങളുടെ ശ്രദ്ധയും അവരുടെ മേൽ പതിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതിലൊരു സ്വകാര്യത എന്നുള്ളൊരു പ്രശ്നമില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു ലജ്ജ എന്നുള്ള, കാരണം എൻ്റെ അച്ഛനിങ്ങനെ ഗുരുവായൂരപ്പൻ അവിടെയാണോ ഇരിക്കുന്നത്, അമ്പലങ്ങളൊക്കെ കയറി ചോദിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ അച്ഛൻ ഉള്ളപ്പോൾ ഞാനൊരു ഉത്തമ വിശ്വാസിയായി ഗുരുവായൂരപ്പനെ തൊഴുവാൻ പോകുന്നത് എൻ്റെ അച്ഛന് മാനക്കേടുണ്ടാക്കും എന്നുള്ള ഉറപ്പ് വിവേക് വിജയൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിക്ക്
അദ്ദേഹം മുതിർന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളും പിണിയാളുകളും മുതിർന്നതും രാജു എന്ന മാധ്യമ പ്രവർത്തകനെ കൈകെട്ടിയിട്ട് വരെ മർദ്ദിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളായത്. ഇനി അതിൻ്റെ മേൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം ഇപ്പോഴും നിലവിലുള്ളതുകൊണ്ടും പോലീസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ടും SC/ST ആക്ട് ചുമത്താവുന്ന വകുപ്പുകൾ ഉണ്ടെങ്കിൽ അത് ചുമത്തപ്പെട്ടേക്കാം. പക്ഷേ പോലീസിൽ നിന്ന് തന്നെ അതിനോടൊരു അലസ മനോഭാവം പ്രകടിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് AKG സെൻറ്ററിൻ്റെ ഒരു ഉപശാഖ ആയിട്ട് മാറി എന്നുള്ളതാണ് വിമർശകർ ആരോപിക്കുന്നത്. അതിലൊരു പരിധിവരെ സത്യമുണ്ട് എന്ന് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നു. കാരണം ഈ മർദ്ദനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് പോലീസുകാരാണെന്നും പറയപ്പെടുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരുമാണ് ഈ രാജു എന്ന മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ചത്. അതുകൊണ്ട് രാജു ഇവിടെ വിഷയം തന്നെയാണ്, വിവേക് വിജയനും വിഷയം തന്നെയാണ്. സ്വകാര്യതയാണ് പ്രധാന വിഷയം. അത് എൻ്റെ പരിധി. സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന, സ്വകാര്യ ജീവിതം മാത്രം നയിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണമായിട്ട് 100% സ്വകാര്യതയ്ക്ക് അർഹതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ സ്വന്തം കുടുംബം, വളരെ അടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിതാവോ ഭാര്യയോ ഭർത്താവോ മാതാവോ ഒക്കെ സാമൂഹ്യ സേവകര് എന്ന് സ്വയം അവകാശപ്പെട്ട്, രാഷ്ട്രീയ പ്രവർത്തകരെന്ന് സ്വയം അവകാശപ്പെട്ട്, രാഷ്ട്രീയ പ്രവർത്തനം ഒരു തൊഴിലായി, ആ തൊഴിലിലൂടെ തൊഴിലായി സ്വീകരിച്ച് ആ തൊഴിലിലൂടെ ഭരണാധികാരികളായി ഉയർന്നു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്വകാര്യതയ്ക്കും പരിമിതികൾ ഉണ്ടാകും. അതിന് സംശയമൊന്നും വേണ്ട, പരിമിതികൾ ഉണ്ടാകണം. കാരണം അവരുടെ വ്യക്തിജീവിതത്തിലെ ചില കാര്യങ്ങളെങ്കിലും അറിയുവാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട്. അല്ലെങ്കിൽ അവർ ഭരണാധികാരികളായി തുടരുവാൻ അർഹരല്ല എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.